അൽഹംദുലില്ലാ. സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും. കേരളത്തിലെ മതപ്രബോധന പ്രചാരണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ചരിത്രമുഹൂർത്തത്തിന് വയനാട് ജില്ലയിലെ മീനങ്ങാടി സാക്ഷ്യം വഹിച്ചു. കേരളത്തിലെ ജനകീയ അടിത്തറയുള്ള ഏറ്റവും ബൃഹത്തായ അനൗപചാരിക മതവിദ്യാഭ്യാസ ശൃംഖലയായ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ QHLS സംസ്ഥാന സംഗമം 2013 ഓഗസ്റ്റ് 25 മീനങ്ങാടി പഞ്ചായത്ത് സ്റ്റേഡിയം വിജ്ഞാന കുതുകികളായി ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങളാൽ അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്റ്റേജിലും വേദിയിലും ഉപവിഷ്ടരായ നല്ലവരായ സുഹൃത്തുക്കളെ, കാരണവന്മാരെ, സഹോദരികളെ, ഈ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർക്കും അതിൻ്റെ പ്രവർത്തകന്മാർക്കും ഇന്നത്തെ ദിവസം അവരുടെ മനം കുളിർക്കുന്ന ഒരനുഭവമാണ്. വിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇവ രണ്ടും വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി നമ്മൾ തുടങ്ങിവെച്ച സംരംഭമായ QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ കേരളത്തിലെ മുഴുവൻ ആളുകളും മുഴുവൻ മുസ്ലിങ്ങളും ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന ജനസഞ്ചയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു സംരംഭം ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത, ഇപ്പോഴും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നാട്ടിലും അതത് പ്രദേശങ്ങളിലുമൊക്കെ നടത്തുന്നതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇൻസ്ട്രക്ടർമാരും അതുപോലെ തന്നെ സംഘടനാ ഭാരവാഹികളും ISM-ൻ്റെയും MSM-ൻ്റെയും ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന പ്രവർത്തകർക്കുമൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ആമീൻ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ലോകത്താകമാനം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കുഴപ്പങ്ങളും അതിക്രമങ്ങളും സ്ത്രീത്വത്തിനെതിരെ, കുട്ടികൾക്കെതിരെ, അതുപോലെ തന്നെ മാനവികതയ്ക്കെതിരെ, മനുഷ്യർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ രാഷ്ട്രീയമായും അതുപോലെ തന്നെ മറ്റു പല രംഗങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് നിഷ്പക്ഷമതികളായ ആളുകൾ നടത്തുന്ന ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ ഒരു പെൺകുട്ടി, അവൾ ക്രൂരമായി മാനഭംഗപ്പെടുത്തപ്പെടുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലൂടെയും നമ്മൾ കണ്ട ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ, എന്തായിരിക്കണം സ്ത്രീത്വത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്, ഓരോരുത്തരും പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നു. മുസ്ലിങ്ങളായതുകൊണ്ടല്ല, ഇസ്ലാമിൻ്റെ അധ്യാപനം കേട്ടതുകൊണ്ടല്ല, ഇസ്ലാം എന്താണ് ഈ വിഷയങ്ങളിൽ പറയുന്നത് എന്നറിഞ്ഞതുകൊണ്ടല്ല, മറിച്ച് അവരുടെ വ്യക്തിപരമായ അവരുടെ കൃത്യമായ ചിന്താഗതിയിൽ നിന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ മുഴുവൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും സ്ത്രീത്വത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി വെച്ച നിയമങ്ങൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീത്വം സംരക്ഷിക്കപ്പെടാൻ, ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന്, മാനവികതയുടെ സംരക്ഷണത്തിന് ഇസ്ലാം നിരത്തിയ കാര്യങ്ങൾ മുഴുവൻ ഇന്നും പ്രസക്തമാണ് എന്ന് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എല്ലാ രംഗത്തും മനുഷ്യന് നന്മയും അതുപോലെ തന്നെ സുരക്ഷിതത്വവും നിർഭയത്വവും ഉണ്ടാകൂ എന്ന് സർവരാരും അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം അത് സമൂഹത്തിൽ പ്രാവർത്തികമാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ഒരു ലോകത്തേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് സമൂഹത്തെ സമുദ്ധരിച്ച് കടന്നു വരുന്ന സമയത്ത് ലോകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പ്രശ്നങ്ങളൊക്കെ 23 വർഷത്തെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? ആ മാറ്റിയെടുത്ത രൂപത്തിലേക്ക് നമുക്കും ഈ സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അതേ സമൂഹത്തിന്റെ മാറ്റത്തിന്, സമൂഹത്തിന്റെ നന്മക്ക് ഈ ഖുർആനല്ലാതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലാതെ മറ്റൊന്നുമില്ല എന്ന് സർവരാരും അംഗീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് സമൂഹത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്? യുഅല്ലിമുഹുൽ കിതാബ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അതേ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അതിന്റെ ആശയം എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട്, വയത്ലു അലൈഹിമുൽ കിതാബ്, കിതാബ് എന്താണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, അതിന്റെ വിശദീകരണമാകുന്ന ഹിക്മത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, ആ സുന്നത്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, സമൂഹത്തിൽ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ വിജയം കണ്ടിട്ടുണ്ട് എങ്കിൽ, ആ പ്രവർത്തനങ്ങളിലൂടെയാണ് ISM മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തനങ്ങളിലൂടെയാണ് MSM പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ കാരണവന്മാരും നമ്മുടെ പണ്ഡിതന്മാരും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള, എന്നും ഈ സമൂഹത്തെ, ഈ പ്രസ്ഥാനത്തെ അങ്ങനെ തന്നെ അടിയുറച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും, വ്യത്യസ്തമായ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ഇല്ല, നമുക്ക് വ്യക്തിപരമായ അജണ്ടകളില്ല, നമുക്ക് വ്യക്തിപരമായ ഒരു കാര്യവുമില്ല. മറിച്ച് ഈ സമൂഹം നന്നാകണം. അതെ, ഈ സമൂഹം നന്നാകണം. എല്ലാ പ്രവാചകന്മാർക്കും സമൂഹത്തിൽ ആശിക്കുകയും ആ സമൂഹത്തിൽ അവർ പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് അവർ നന്നാകണം. അതെ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുപോവുക എന്നത് മാത്രമാണ് അവർ ചെയ്തു പോകുന്നത്. ആ ഒരു മാർഗത്തിലൂടെയാണ് നമുക്ക് നടക്കാനുള്ളത്. പ്രവാചകന്മാർ പറഞ്ഞതായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു നാസിഹാണ്, ഇന്നീലക്കും നാസിഹുൻ അമീൻ, ഇന്നീലക്കും നാസിഹുൻ അമീൻ. തെറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു നസീഹത്തോടു കൂടി നിലകൊള്ളാൻ, തെറ്റുകളിലേക്ക് മുന്നിട്ട് കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ അതിൻ്റെ മുന്നിൽ ഒരു തടയിട്ട് അവിടേക്ക് നീ പോകല്ലേ എന്ന് പറയാൻ ഒരു MSM പ്രവർത്തകന്, ഒരു ISM പ്രവർത്തകന് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള സംരംഭങ്ങളാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളും അതുപോലെ തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാനവേദിയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ. ആ പ്രവർത്തനങ്ങളുമായി ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി
പരിപാടിയിൽ ആദ്യമായി നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യന പണ്ഡിതൻ ഫൈസൽ മൗലവിയാണ് നമ്മളോട് ആദ്യമായി ക്ലാസ് എടുക്കുന്നത്. രണ്ടാമതായി കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം അവർകളാണ്. അതുപോലെ തന്നെ ഈ സദസ്സിലും വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ISMനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ആദർശത്തെ സ്നേഹിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ആദർശ രംഗത്ത് സംഭവിച്ചിട്ടില്ല എന്ന് ഈ സമൂഹം സാക്ഷിയാണ്. അങ്ങനെ ഒരു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന, ഇവിടെ സന്നിഹിതരായ, ഇവിടെ നിന്നുള്ള വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി എത്തിപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.